റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ചവറ KMML നിന്ന് സ്ഥിരം ജീവനക്കാരൻ അമ്പലക്കുളം നവീകരണം എന്ന പേരിൽ CSR ഫണ്ട് കൈപ്പറ്റി. 12,30,000 രൂപയാണ് കമ്പനിയിൽ നിന്ന് 4 ഘട്ടങ്ങളായി INTUC നേതാവ് കൂടിയായ R. ശ്രീജിത്ത് കൈപ്പറ്റിയത്. കമ്പനിയിൽ സ്ഥിരം ജോലിയുള്ളയാൾക്ക് CSR ഫണ്ട് നേരിട്ട് കൈപ്പറ്റാൻ പാടില്ല എന്ന വ്യവസ്ഥ ലംഘിച്ചാണ് തട്ടിപ്പ്. പന്മന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കുളം നവീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇയാൾക്കെതിരെ നാട്ടുകാർ വിജിലൻസിൽ പരാതി നൽകി. നവീകരണം പൂർണ്ണമായി നടപ്പിലാക്കിയെന്നാണ് ശ്രീജിത്തിന്റെ വിശദീകരണം. ഈ ക്ഷേത്രകുളം തകർന്നതിനെ തുടർന്ന് 2018 ഇവിടുത്തെ ക്ഷേത്ര ഉപദേശക സമിതി KMML കമ്പനിയിൽ കുളം നവീകരണത്തിനായി 12,30,000 രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു അപേക്ഷ നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ KMML കമ്പനി 12,30,000 രൂപ പാസ്സാക്കി നൽകുകയും അതിന് 9,50,000 രൂപ 3 തവണയായിട്ട് നൽകുകയുണ്ടായി. അന്ന് ഈ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ആയിരുന്ന ശ്രീജിത്ത് പോറ്റിത്തറയിൽ എന്ന് പറയുന്ന വ്യക്തിയാണ് KMML കമ്പനിയിൽ നിന്നും ആ തുക കൈപ്പറ്റിയിരിക്കുന്നത്. ഇല്ല, കുളം നവീകരിച്ചിട്ടില്ല. കാരണം കുളം നവീകരണത്തിൽ നിന്ന് പറഞ്ഞ് വാങ്ങിയ തുക കുളം നവീകരിക്കാതെ ഈ ഉപദേശക സമിതി മറ്റാവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർ ആ തുക മുക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ സൈഡ് വാളിൽ ഇച്ചിരി ജലദാസം അടിക്കുകയും ഈ പടിപ്പുര ചെറുതായിട്ടൊന്ന് നവീകരിക്കുക. ഏകദേശം 1 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ മാത്രം നടത്തിയിട്ട് ബാക്കി തുക ഇവർ മുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ദിലീപ് ദേവസ്യ നൽകും വിശദാംശങ്ങൾ. ദിലീപ് ദേവസ്യ, കുളം നവീകരണം എന്ന പേരിൽ 12,30,000 രൂപ ഇയാൾ കൈപ്പറ്റി എന്ന് പറയുന്നു. അതും വ്യവസ്ഥ ലംഘിച്ചാണെന്നുള്ളത്. അതിനുശേഷം പക്ഷേ നാട്ടുകാർ പറയുന്നു ഇങ്ങനെ ഒരു കുളം നവീകരിച്ചിട്ടേ ഇല്ല എന്നുള്ളത്. ഈ ശ്രീജിത്തിന്റെ വിശദീകരണം പക്ഷേ നവീകരണം പൂർണ്ണമായി നടപ്പിലാക്കി എന്നുള്ളൊരു വിശദീകരണം കൂടി പറയുന്നു. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ സ്ഥിരം ജീവനക്കാരനായ R. ശ്രീജിത്ത്, അത് KMML സ്ഥിരം ജീവനക്കാരനാണ് R. ശ്രീജിത്തിന് ഈ കമ്പനിയുടെ ചട്ടപ്രകാരം CSR ഫണ്ട് നേരിട്ട് കൈപ്പറ്റാൻ പാടില്ല എന്നുള്ളൊരു ചട്ടമുണ്ട്. എന്നാൽ ആ ചട്ടം ലംഘിച്ചുകൊണ്ടാണ് താൻ പന്മന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയുടെ സെക്രട്ടറി എന്ന പേരിൽ 12 ലക്ഷം രൂപ ഒപ്പിട്ട് കൈപ്പറ്റി. അതിൻ്റെ രേഖകളടക്കമാണ് നമ്മൾ നൽകുകയും ചെയ്തത്. എന്നാൽ ഈ കുളം നവീകരണത്തിൻ്റെ പേരിലാണ് 12 ലക്ഷം കൈപ്പറ്റിയതെങ്കിൽ ആ കുളം നവീകരിച്ചിട്ടില്ല. 1 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തി പോലും അവിടെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരൻ്റെ പരാതി. പക്ഷേ കുളം നവീകരിച്ചതായിട്ടും കുളം നവീകരിച്ചു എന്നുള്ളതിന് കമ്പനിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതും ശ്രീജിത്ത് പറയുന്നുണ്ട്. ഈ പണം കൈപ്പറ്റിയത് ക്ഷേത്ര ഉപദേശക സമിതിയാണ്. സാധാരണ ഗതിയിൽ ഒരു ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാകുമ്പോൾ സബ് ഗ്രൂപ്പ് ഓഫീസർ ആയിരിക്കും അതിൻ്റെ ട്രഷറർ. എന്നാൽ ഈ ട്രഷറർ ഈ കാര്യം അറിഞ്ഞിട്ടില്ല. ഈ കാര്യം നമ്മൾ ശ്രീജിത്തിനോട് ചോദിച്ചപ്പോൾ ശ്രീജിത്ത് പറയുന്നത് ഉപദേശക സമിതിയാണ് ഈ പണം കൈപ്പറ്റിയത്, അതിന് ദേവസ്വം ബോർഡിന് ബന്ധമില്ല എന്നുള്ളതാണ്. പണം കൈപ്പറ്റിയത് കുളം നവീകരണത്തിനായതിനാൽ കുളം നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കമ്പനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് 4 ഘട്ടങ്ങളിലായിട്ട് 12 ലക്ഷം രൂപ തനിക്ക് തന്നതെന്നാണ് ശ്രീജിത്തിന് ന്യായീകരണം. പക്ഷേ 1 ലക്ഷം രൂപ മാത്രമാണ് ഇവിടെ ചെലവഴിച്ചതെന്നും ഈ വെള്ളം വറ്റിച്ച് അവിടെ കോൺക്രീറ്റ് വയ്ക്കുകയോ മറ്റ് പായലുകൾ വരാത്ത രീതിയിൽ അത് നവീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും KMML കമ്പനിയിലെ സ്ഥിരം ജീവനക്കാരനായ ഒരു INTUC നേതാവ് KMML നിന്ന് തന്നെ 12 ലക്ഷം രൂപയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് ഈ കുളം നവീകരണത്തിനെടുത്തു കൈപ്പറ്റി എന്നുള്ളതാണ്. പക്ഷേ ആ ചട്ടം അങ്ങനെ കൈപ്പറ്റാൻ പാടില്ല എന്നുള്ളൊരു ചട്ടമാണ് ഇപ്പോൾ ലംഘനം നടത്തിക്കൊണ്ട് ഉപദേശക സമിതിയുടെ സെക്രട്ടറി എന്ന പേരിൽ ഈ പണം കൈപ്പറ്റിയിരിക്കുന്നത്. ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.